അക്വാറീജിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന മിശ്രിതമാണ് അക്വാറീജിയ. നൈട്രിക് ആസിഡ് 100 ml എടുത്താൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് 300 ml എടുത്ത് ചേർക്കുമ്പോഴാണ് നമുക്ക് അക്വാറീജിയ ഉണ്ടാക്കാൻ കഴിയുന്നത്. അക്വാറീജിയയിൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള അംശബന്ധം 1:3 ആണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചോദിച്ചിട്ടുണ്ട് എക്സാമുകളിൽ. 1:3 ആണ് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള അംശബന്ധം അക്വാറീജിയ ഉണ്ടാക്കുന്നതിന്. രാജകീയ ദ്രാവകമെന്നാണ് അക്വാറീജിയ അറിയപ്പെടുന്നത്. അക്വാറീജിയയിൽ ലയിക്കുന്ന രാജകീയ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും. ശ്രദ്ധിക്കുക, അക്വാറീജിയയിൽ ലയിക്കുന്ന പ്രധാനപ്പെട്ട 2 രാജകീയ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും. അക്വാറീജിയയിൽ ലയിക്കാത്ത രാജകീയ ലോഹം ഏത് എന്ന ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം വെള്ളി എന്നാണ്.